ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ശ്രീ രമാദേവി അമ്മയുടെ തത്വചിന്തകളിൽ സദ്ഗുരു എന്ന സങ്കല്പത്തിന് ഏറ്റവും പരമമായ സ്ഥാനമാണുള്ളത്. ആത്മീയ വെളിച്ചത്തിൻ്റെ ചൈതന്യധാര ഗുരുവിലൂടെയാണ് ഈ ലോകത്തിലേക്ക് പ്രവഹിക്കുന്നത്. ഭാരതീയ ആത്മീയ പാരമ്പര്യത്തിൽ ഗുരു എന്ന വാക്കിന് അജ്ഞാനാന്ധകാരത്തെ അകറ്റി ജ്ഞാനപ്രകാശം ചൊരിയുന്ന ആൾ എന്നാണ് അർത്ഥം. അമ്മയുടെ കുട്ടികളായ നമുക്ക് സദ്ഗുരു കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് സാധകനെ ഈശ്വരീയ ബോധത്തിലേക്ക് നയിക്കുന്ന സാക്ഷാൽ പരാശക്തിയുടെ തന്നെ പ്രത്യക്ഷ രൂപമാണ്. അമ്മയുടെ വാക്കുകളിൽ സദ്ഗുരു ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ദിവ്യ ചൈതന്യമാണ്. രമാദേവി അമ്മയുടെ തത്വങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയതയെ കാടുകളിലോ മലനിരകളിലോ അല്ല, മറിച്ച് സ്വന്തം വീടുകളിലും കുടുംബജീവിതത്തിലുമാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നാണ്. ഒരു ഗൃഹസ്ഥന് തൻ്റെ നിത്യജീവിതത്തിലെ കടമകൾ തെറ്റാതെ ചെയ്യാനും അതേസമയം മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടാനും സദ്ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം അനിവാര്യമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ഉലയാതെ മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ ഗുരു കാണിച്ചു തരുന്ന വഴി സാധകന് തുണയാകുന്നു. അമ്മ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് സാധന ചെയ്യാമെന്ന് കുട്ടികൾക്ക് പ്രാക്ടിക്കലായി പഠിപ്പിച്ചു തന്ന പരമഗുരുവാണ്. ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ എൻ്റേത് എന്ന അഹംഭാവത്തെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യത്വം ജനിക്കുന്നത്. സദ്ഗുരു ശിഷ്യൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളെയും സ്വാർത്ഥതയെയും സ്നേഹപൂർവം നീക്കം ചെയ്യുകയും അവിടെ ഭക്തിയുടെയും കാരുണ്യത്തിൻ്റെയും വിത്തുകൾ പാകുകയും ചെയ്യുന്നു. ഗുരു നൽകുന്ന മന്ത്രവും ഉപദേശങ്ങളും നിരന്തരമായി സ്മരിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകളും കർമ്മങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. ലൗകിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിയാൻ സദ്ഗുരു സഹായിക്കുന്നു. അകത്ത് കളഞ്ഞുപോയ സാധനം പുറത്തു തപ്പുന്നത് പോലെയാണ് നാം ലൗകിക സുഖങ്ങളിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കണ്ണടച്ച് ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യന് മുന്നിൽ ജ്ഞാനത്തിൻ്റെ ദീപം തെളിച്ച് നീ ആത്മസ്വരൂപനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഗുരുവാണ്. സദ്ഗുരുവിൻ്റെ കാരുണ്യദൃഷ്ടി പതിയുന്നതിലൂടെ സാധകൻ്റെ ഉള്ളിൽ ശാന്തിയും സമാധാനവും ആനന്ദവും അലയടിക്കാൻ തുടങ്ങുന്നു. ഗുരുസ്മരണയോടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഈ വരികൾ ഇന്ന് നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിലെ അജ്ഞാന അന്ധകാരത്തെ നീക്കി ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരുന്ന സദ്ഗുരു ചൈതന്യമായി വന്ന അമ്മയ്ക്ക് നന്ദി. ഓരോ നിമിഷവും എന്നെ സന്മാർഗത്തിലൂടെ നയിക്കുന്ന അമ്മയുടെ മാതൃവാത്സല്യത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചിന്തകളും കർമ്മങ്ങളും ഗുരുചരണങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ സദ്ഗുരുവായി വന്ന് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറഞ്ഞു തന്നതിനും ഞങ്ങളെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നതിനും അമ്മയ്ക്ക് നന്ദി നന്ദി നന്ദി. ഈ ചെറിയ ഉപഹാരം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് പരാശക്തിയായ അമ്മയോട് നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. അമ്മ എല്ലാവരിലും അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.